Good morning. ആദ്യം തന്നെ ഒരു കാര്യം പറയട്ടെ. സ്റ്റേ ഹോം, സ്റ്റേ സേഫ്. ഓക്കെ, ഇത് നമ്മളിവിടെ നോക്കാൻ പോകുന്നത് പ്രോഗ്രാമിങ്ങിനകത്തെ സ്ട്രക്ചർ എന്നുള്ളൊരു കൺസെപ്റ്റാണ്. സ്ട്രക്ചർ എന്നുള്ളൊരു കൺസെപ്റ്റ് ഡീപ്പായിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് തരുന്നുണ്ട്. ഓക്കെ, സോ ഇതിനകത്ത് നമ്മൾ നോക്കാനുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്ട്രക്ചർ എന്താണ്, ദെൻ അത് എന്തിനു വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്, അതിൻ്റെ അഡ്വാൻറ്റേജ് എന്താണ്, അത് ഉപയോഗിക്കുന്നതുകൊണ്ടുള്ള പ്ലസ് പോയിന്റ്സ് എന്തൊക്കെയാണ് എന്നുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് ഡീപ്പായിട്ട് നോക്കേണ്ടതുണ്ട്. ഓക്കെ, സോ ആദ്യം തന്നെ നമുക്ക് സ്ട്രക്ചറിലേക്ക് കടക്കുന്നതിന് മുൻപ് നമുക്ക് ബേസിക് ആയിട്ടുള്ള ഡാറ്റ ടൈപ്പുകളെ കുറിച്ചൊന്ന് അറിഞ്ഞിരിക്കണം. ഓൾറെഡി നിങ്ങൾക്ക് അറിയുന്ന കാര്യങ്ങൾ തന്നെയാണ് ഞാനിവിടെ പറഞ്ഞു തരാൻ പോകുന്നത്. ജസ്റ്റ് ഒന്ന് റിമൈൻഡ് ചെയ്യിക്കണമെന്ന് മാത്രം. ഓക്കെ, ഇതിനകത്ത് നമ്മുടെ പ്രോഗ്രാമിംഗ് പ്രൊവൈഡ് ചെയ്യുന്ന 3 ടൈപ്പ് ഓഫ് ഡാറ്റ ടൈപ്പുകൾ ഞാനിവിടെ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നു. പ്രൊവൈഡ്സ് 3 types of data types: primary data types, derived data types, user defined data types. ഇതിൽ പ്രൈമറി ഡാറ്റ ടൈപ്പ് നമ്മൾ എല്ലാം നോക്കിയിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ്. വോയിഡ്, ഇൻറ്റീജർ, ക്യാരക്ടർ, ഡബിൾ, ഫ്ലോട്ട്, ലോങ്, അങ്ങനെ കുറേ ഉണ്ട്. സോ ഈ പ്രൈമറി ഡാറ്റ ടൈപ്സ് ആണ് നമ്മൾ ബേസിക് ആയിട്ടുള്ള പ്രോഗ്രാംസിന്റെ സ്ട്രക്ചറിനകത്ത് യൂസ് ചെയ്ത് വരുന്നത്. ഓക്കെ, ഇനി നമ്മൾ ഡിറൈവ്ഡ് ഡാറ്റ ടൈപ്പിന്റെ കാര്യം നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ നോക്കിയിട്ട് വന്ന അറേ, റെഫറൻസ്, പോയിന്റേഴ്സ്, അങ്ങനെയുള്ള എല്ലാം തന്നെ ഡിറൈവ്ഡ് ഡാറ്റ ടൈപ്സിനകത്ത് വരുന്നുണ്ട്. ദെൻ അത് കൂടാതെ വരുന്ന മൂന്നാമത്തെ ഒരു പാർട്ടാണ് യൂസർ ഡിഫൈൻഡ് ഡാറ്റ ടൈപ്സ്. ആ യൂസർ ഡിഫൈൻഡ് ഡാറ്റ ടൈപ്സ് ആണ് നമ്മളൊന്ന് ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അതിനകത്ത് സ്ട്രക്ചർ, യൂണിയൻ, എന്യൂമറേഷൻ, ഈ 3 കൺസെപ്റ്റുകളാണ് യൂസർ ഡിഫൈൻഡ് ഡാറ്റ ടൈപ്പിനകത്ത് അവൈലബിൾ ആയിട്ടുള്ളത്. നമുക്ക് ഇതിന്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു കാര്യങ്ങൾ കിടക്കാം. അതിനു മുൻപ് പ്രൈമറി ഡാറ്റ ടൈപ്പിനകത്തുള്ള കാര്യങ്ങൾ ഞാൻ ഒന്നുകൂടെ പറഞ്ഞു, കാരണം പ്രൈമറി ഡാറ്റ ടൈപ്പ് യൂസ് ചെയ്തുകൊണ്ടാണ് നമ്മൾ യൂസർ ഡിഫൈൻഡ് ഡാറ്റ ടൈപ്പിലേക്ക് കയറി വരുന്നത്. സോ ഞാൻ അതിന്റെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ടുള്ള കാര്യങ്ങൾക്ക് പോകാം. പ്രൈമറി ഡാറ്റ ടൈപ്പ് നമുക്ക് ഓൾറെഡി അറിയുന്ന കാര്യങ്ങൾ തന്നെയാണ്, എങ്കിലും ഞാൻ ഒന്നുകൂടെ അത് പറഞ്ഞു തരാം. ഓക്കെ, പ്രൈമറി ഡാറ്റ ടൈപ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എവരി സി കമ്പൈലർ സപ്പോർട്ട്സ് 5 പ്രൈമറി ഡാറ്റ ടൈപ്സ്. ഈ 5 എന്തായാലും സി കമ്പൈലർ സപ്പോർട്ട് ചെയ്യുന്നതാണ്. ഇതിൽ കൂടുതലുണ്ട്, പക്ഷെ ഞാൻ ബേസിക് ആയിട്ട് 5 കാര്യങ്ങൾ മാത്രമേ ഇവിടെ വെച്ചിട്ടുള്ളൂ. ദെൻ void, as the name suggests, it holds no value and it is generally used for specifying the type of function or what it returns. If the function has a void type, it means that the function will not return any value. നമ്മൾ ഫംഗ്ഷൻ എക്സ്പ്ലെയിൻ ചെയ്യുന്ന സമയത്ത് വോയിഡിന്റെ പർപ്പസ് ഡീറ്റെയിൽ ആയിട്ട് അവിടെ ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്. വോയിഡ് യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഫംഗ്ഷൻ ഒന്നും തന്നെ റിട്ടേൺ ചെയ്യേണ്ട ആവശ്യമില്ല, റിട്ടേൺ വാല്യൂ ഒന്നും തന്നെ നമുക്ക് യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല എന്നുള്ള കാര്യം, ഇറ്റ് റിട്ടേൺസ് നത്തിങ് എന്നുള്ള കാര്യം ഞാൻ ഓൾറെഡി പറഞ്ഞു തന്നിട്ടുണ്ട്. ഓക്കെ, ഇനി അത് കൂടാതെ ഇൻറ്റീജർ, ഇൻറ്റീജർ യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇൻറ്റീജർ ടൈപ്പ് ഡിഫൈൻ ചെയ്യാൻ, ഡിനോട്ട് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നതാണ്. ഇൻറ്റീജറിന്റെ സൈസ് നമുക്കിവിടെ 2 bytes ആണ് വരുന്നത്. അതുപോലെ തന്നെ ക്യാരക്ടറിനകത്ത് യൂസ് ഡിനോട്ട് ക്യാരക്ടർ ടൈപ്പ്, സൈസ് 1 byte ആണ് വരുന്നത്. ദെൻ ഫ്ലോട്ട്, ഡബിൾ, ഫ്ലോട്ടിംഗ് പോയിന്റ് റെപ്രസെന്റ് ചെയ്യാനായിട്ടുള്ളതാണ് ഈ 2. ഇതിനകത്ത് ഫ്ലോട്ട് വന്നിട്ട് 4 byte, ഡബിൾ വന്നിട്ട് 8 byte ആണ് ഉള്ളത്. After taking suitable variable names, they need to be assigned with a data type. This is how the data types are used along with the variables. സാധാരണഗതിയിൽ ഡാറ്റ ടൈപ്പുകൾ നമ്മൾ ഒരു പ്രോഗ്രാമിനകത്ത് യൂസ് ചെയ്യുന്നത് നമ്മൾക്ക് ഏതെങ്കിലും ഒരു വാല്യൂ സ്റ്റോർ ചെയ്യാനായിട്ട് ഒരു വേരിയബിൾ ജനറേറ്റ് ചെയ്യുമ്പോൾ അത് ഏത് ടൈപ്പ് വാല്യൂ ആണെന്ന് ഡിഫൈൻ ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കും അത് ഉപയോഗിക്കുന്നുണ്ടാവുക. സോ ഇവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇൻറ്റീജർ എന്നുള്ളൊരു ഡാറ്റ ടൈപ്പ് യൂസ് ചെയ്യുന്നത് ഏജ് എന്നുള്ളൊരു വേരിയബിൾ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഏജ് എന്നുള്ളൊരു വേരിയബിൾ ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് ഈ വേരിയബിളിനകത്ത് സ്റ്റോർ ചെയ്യുന്ന ഡാറ്റ ഇൻറ്റീജർ ടൈപ്പ് ആയിരിക്കണം എന്നുള്ളത് കൊണ്ടാണ് നമ്മളിവിടെ ഇൻറ്റീജർ എന്നുള്ള ഡാറ്റ ടൈപ്പ് യൂസ് ചെയ്തത്. അതേപോലെ തന്നെ ലെറ്റർ എന്നുള്ളത് ക്യാരക്ടർ വാല്യൂ സ്റ്റോർ ചെയ്യാനുള്ള വേരിയബിൾ ആയിട്ടാണ് ജനറേറ്റ് ചെയ്തിരിക്കുന്നത്. ഫ്ലോട്ട് എന്നുള്ളത് ഹൈറ്റും വിഡ്ത്തും സ്റ്റോർ ചെയ്യേണ്ട വാല്യൂസ്, ഫ്ലോട്ടിംഗ് പോയിന്റ് വാല്യൂസ്, അതായത് ഫ്രാക്ഷണൽ വാല്യൂസ് സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഫ്ലോട്ട് യൂസ് ചെയ്യുന്നത്. സോ ഇതെല്ലാം ഓൾറെഡി പറഞ്ഞു തന്നിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ്. അതുപോലെ തന്നെ ഇവിടെ നമ്മൾ ഓരോന്നായിട്ട് ഡിഫൈൻ ചെയ്ത് വെച്ചിട്ടുണ്ട്, കുറെ വേരിയബിൾസ് ജനറേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ആ വേരിയബിൾസ് എല്ലാം ഡിക്ലറേഷൻ്റെ ഒപ്പം തന്നെ ഇനീഷ്യലൈസേഷൻ കൂടെ ഞാൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അതായത് പോസിറ്റീവ് ഇൻറ്റീജർ ഡാറ്റ ടൈപ്പ് ഇൻറ്റീജർ എ എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനകത്ത് ഒരു ഇൻറ്റീജർ വാല്യൂ ആണ് സ്റ്റോർ ചെയ്യുക എന്നുള്ളത്, ഒരു പോസിറ്റീവ് ഇൻറ്റീജർ ആണ് സ്റ്റോർ ചെയ്യുക എന്നുള്ളത് ഞാൻ ഇവിടെ ഡിക്ലെയർ ചെയ്ത് വെച്ചിട്ടുണ്ട്. ദെൻ അതിനകത്ത് 4000 എന്നുള്ള വാല്യൂ ഇനീഷ്യലൈസും ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ, ഇവിടെ എ എന്നുള്ള ഒരു ഇൻറ്റീജർ വാല്യൂവിൽ ഒരൊറ്റ ഇൻറ്റീജർ വാല്യൂ മാത്രമേ സ്റ്റോർ ചെയ്യാൻ പറ്റുള്ളൂ. അതുപോലെ തന്നെ ഫ്ലോട്ട് എന്നുള്ള ബി എന്നുള്ള വേരിയബിളിനകത്ത് ഒരു ഫ്ലോട്ടിംഗ് വാല്യൂ മാത്രമേ നമുക്ക് ഇതിനകത്ത് സ്റ്റോർ ചെയ്യാൻ പറ്റുള്ളൂ. ക്യാരക്ടർ ആണെന്നുണ്ടെങ്കിലോ സി എന്നുള്ളതിനകത്ത് ഒരു ക്യാരക്ടർ വാല്യൂ മാത്രമേ സ്റ്റോർ ചെയ്യുന്നുണ്ടാവുള്ളൂ. സോ അതുകൊണ്ട് ഓൾറെഡി ഞാൻ ഇതിന്റെ സൈസ് ഡിഫൈൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇൻറ്റീജർ ആണെന്നുണ്ടെങ്കിൽ 2 bytes എന്നുള്ളതും, ഫ്ലോട്ട് ആണെന്നുണ്ടെങ്കിൽ അതിനകത്ത് 4 bytes എന്നുള്ളതും, ക്യാരക്ടർ ആണെന്നുണ്ടെങ്കിൽ അതിനകത്ത് നമുക്ക് വരുന്നത് 1 byte ആണ്. ഓക്കെ, അതുപോലെ തന്നെ ലോങ്, ഇൻറ്റീജർ, ഷോർട്ട് ഇൻറ്റീജർ, ഡബിൾ എന്നുള്ള ഡിഫറെന്റ് ടൈപ്സ് ഓഫ് വേരിയബിൾ ഞാനിവിടെ ജനറേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്.
ഡിക്ലറേഷനും ഇനീഷ്യലൈസേഷനും അത് ഞാൻ ചെയ്ത് വെച്ചിട്ട് അതിനകത്ത് ഏത് ടൈപ്പ് ഓഫ് വാല്യൂ ആണ് നമുക്ക് സ്റ്റോർ ചെയ്യാൻ പറ്റുക എന്നുള്ള കാര്യങ്ങൾ അതെല്ലാം തന്നെ കമന്റോടെ ചെയ്ത് വെച്ചിട്ടുണ്ട് ആ വാല്യൂന്റെ പ്രത്യേകത. ഓക്കെ, ഇവിടെ ഞാൻ ജനറേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ ഇന്റീജർ ഏജ് ഓഫ് 5 എന്നുള്ള ഒരു അറേ ആണ് ക്രിയേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഓക്കെ, ഈ അറേക്കകത്ത് ഇന്റീജർ ഏജ് 5 എന്നുള്ളത്, അതായത് ഏജ് എന്നുള്ളത് അറേയുടെ നെയിമും 5 എന്നുള്ളത് അതിന്റെ സൈസും ആണ് നമ്മളിവിടെ കൊടുത്തു വെച്ചിരിക്കുന്നത്. ഇതിനകത്ത് ഇന്റീജർ അറേ ആയതുകൊണ്ട് ഈ അറേക്കകത്ത് സ്റ്റോർ ചെയ്യാൻ പറ്റുന്ന എല്ലാ വാല്യൂസും നമുക്ക് എന്തായിട്ട് മാത്രമേ ക്രിയേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ, ഇന്റീജർ ആയിട്ട് മാത്രമേ ക്രിയേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ഇതിനകത്ത് ഒരു ഫ്ലോട്ടിംഗ് വാല്യൂ നമുക്ക് ഇൻസേർട്ട് ചെയ്യാൻ പറ്റില്ല, അതുപോലെ തന്നെ ഒരു ക്യാരക്ടർ വാല്യൂ നമുക്ക് ഇൻസേർട്ട് ചെയ്യാൻ പറ്റില്ല. ഓക്കെ, ഇതിനകത്ത് ഇന്റീജർ ആയതുകൊണ്ട് ഇന്റീജർ വാല്യൂ മാത്രമാണ് നമുക്കിത് സ്റ്റോർ ചെയ്യാൻ പറ്റുക. ഓക്കെ, സോ പ്രൈമറി ഡാറ്റ ടൈപ്പിൽ നിന്നും ഡിറൈവ്ഡ് ഡാറ്റ ടൈപ്പിലേക്ക് വന്ന സമയത്ത് പ്രൈമറി ഡാറ്റ ടൈപ്പിനകത്ത് ഇന്റീജർ എ എന്നുള്ളതിനെ കണ്ടതിനകത്ത് ആ എക്കകത്ത് ഒരൊറ്റ വാല്യൂ മാത്രമേ സ്റ്റോർ ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, ഇവിടെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഏജ് ഓഫ് 5 എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ അതിനകത്ത് 5 വാല്യൂസ് സ്റ്റോർ ചെയ്യാൻ പറ്റും. ഒരൊറ്റ വേരിയബിൾ ആണ്, ആ വേരിയബിൾ അറേ വേരിയബിൾ ആണ്, അറേ നെയിം ആണ്. ആ അറേ നെയിമിനകത്ത് സെയിം ഡാറ്റ ഇന്റീജർ ഡാറ്റ 5 എണ്ണം സ്റ്റോർ ചെയ്യാൻ പറ്റും. ഓക്കെ, ഇതാണ് അറേയുടെ ടോട്ടൽ റെപ്രസെന്റേഷൻ. 0 1 2 3 4 എന്നുള്ളത് അറേയുടെ ഇൻഡെക്സുകളുമാണ്. ഓക്കെ, ഇനി എവിടെ നിന്ന് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് യൂസർ ഡിഫൈൻഡ് ഡാറ്റ ടൈപ്പ് ആണ് എന്താണെന്നുള്ളത് ഡീറ്റെയിൽ ആയിട്ട് നോക്കാനുള്ളത്. C allows the feature called type definition, which allows programmers to define their identifier that would represent an existing data type. അതായത് ഒരു പ്രോഗ്രാമർക്ക് ഒരു ഡാറ്റ ടൈപ്പ് ജനറേറ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഇത്രയും നോക്കി ഡിറൈവ്ഡിനകത്തും പ്രൈമറി ഡാറ്റ ടൈപ്പിനകത്തും നമ്മൾ നോക്കിയിരുന്നതെല്ലാം തന്നെ ഓൾറെഡി കമ്പൈലറിന് അറിയുന്ന ഡാറ്റ ടൈപ്പുകൾ മാത്രമാണ് അതിനകത്ത് ഉണ്ടായിരുന്നത്. ഇവിടെ നമ്മൾ നോക്കാൻ പോവുകയാണെന്നുണ്ടെങ്കിൽ പ്രോഗ്രാമേഴ്സിന്, നമ്മളാണ് പ്രോഗ്രാമേഴ്സ്, സോ നമുക്ക് ഇഷ്ടമുള്ള ഒരു പുതിയൊരു ഡാറ്റ ടൈപ്പ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്ന യൂസർ ഡിഫൈൻഡ് ഡാറ്റ ടൈപ്പിലേക്കാണ് നമ്മളിവിടെ പറഞ്ഞു വരുന്നത്. ഓക്കെ, അതിൽ നമ്മൾ 3 സെക്ഷൻ ആയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. സ്ട്രക്ചർ ഉണ്ട്, യൂണിയൻ ഉണ്ട്, അതുപോലെ തന്നെ എന്യൂമറേഷനും ഉണ്ട്. സോ അതിനകത്ത് സ്ട്രക്ചർ എന്നുള്ള കൺസെപ്റ്റ് ആണ് നമ്മളിവിടെ ഡീറ്റെയിൽ ആയിട്ട് നോക്കാൻ പോകുന്നത്. സ്ട്രക്ചർ, ഇറ്റ് ഈസ് എ പാക്കേജ് ഓഫ് വേരിയബിൾസ് ഓഫ് ഡിഫറെന്റ് ടൈപ്സ് അണ്ടർ എ സിംഗിൾ നെയിം. ശ്രദ്ധിച്ചു കേട്ടോളൂ, ഇറ്റ് ഈസ് എ പാക്കേജ് ഓഫ് വേരിയബിൾസ് ഓഫ് ഡിഫറെന്റ് ടൈപ്സ് അണ്ടർ എ സിംഗിൾ നെയിം. This is done to handle data efficiently. Struct keyword is used to define a structure. നമ്മൾ ഇതുവരെ നോക്കിയിരുന്ന ഡാറ്റ ടൈപ്പുകൾ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്റീജർ എ എന്നുള്ള ഡാറ്റ ടൈപ്പ് നോക്കിയിരുന്ന സമയത്ത് അതിനകത്ത് ഒരു ഇന്റീജർ വാല്യൂ സ്റ്റോർ ചെയ്യാൻ പറ്റുള്ളതായിരുന്നു. അതുപോലെ തന്നെ ഡിറൈവ്ഡ് ഡാറ്റ ടൈപ്പിനകത്തുള്ള അറേസ് എന്നുള്ള കൺസെപ്റ്റ് നോക്കുന്ന സമയത്ത് അതിനകത്ത് ഒരേ ഡാറ്റ ടൈപ്പുള്ള 5 വാല്യൂസ് അതിനകത്ത് സ്റ്റോർ ചെയ്യാൻ പറ്റും. നമ്മൾ മുൻപ് നോക്കിയ എക്സാമ്പിളിനകത്തുള്ള, അതായത് ഒരേ ടൈപ്പ് ഓഫ് ഡാറ്റ നമുക്ക് സ്റ്റോർ ചെയ്യാൻ പറ്റും, മൾട്ടിപ്പിൾ ഡാറ്റാസ് ആണ് സ്റ്റോർ ചെയ്യാൻ പറ്റുന്നുണ്ടാവുക. അതിന്റെ സൈസ് എത്രയാണോ അതിനനുസരിച്ചുള്ള വാല്യൂസ് നമുക്ക് അതിനകത്തേക്ക് ഇൻസേർട്ട് ചെയ്ത് വെക്കാൻ പറ്റും. പക്ഷേ അതിനകത്ത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഒരേ ഒരു ഡാറ്റ ടൈപ്പ് മാത്രമാണ്. ഇവിടെ നമ്മൾ സ്ട്രക്ചർ എന്നുള്ള കൺസെപ്റ്റിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ഇറ്റ് ഈസ് എ പാക്കേജ് ഓഫ് വേരിയബിൾസ് ഓഫ് ഡിഫറെന്റ് ടൈപ്സ്. നമുക്കിവിടെ പല തരത്തിലുള്ള ടൈപ്പുകൾ യൂസ് ചെയ്യാൻ പറ്റും അണ്ടർ എ സിംഗിൾ നെയിം. ഒരു സിംഗിൾ നെയിമിനകത്ത് ഡിഫറെന്റ് ടൈപ്സ് ഉള്ള ഡാറ്റ ടൈപ്പുകൾ, വേരിയബിൾസ് ഒക്കെ നമുക്ക് ജനറേറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, അത് എങ്ങനെയാണെന്നുള്ള കാര്യം നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. സ്ട്രക്ചർ, structure is a user defined data type in C which is used to store a collection of different kinds of data. The structure is something similar to an array. The only difference is array is used to store the same data types. അതായത് ഏതാണ്ട് അറേ പോലെ തന്നെയാണ്, പക്ഷെ അറേക്കുള്ള പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനകത്ത് സ്റ്റോർ ചെയ്യുന്ന വാല്യൂസ് എല്ലാം തന്നെ ഒരേ സെയിം ടൈപ്പ് ഓഫ് ഡാറ്റ ആയിരിക്കും. ഡാറ്റയുടെ ടൈപ്പ് സെയിം ആയിരിക്കും. ഇന്റീജർ ആണ് അറേ ഡിക്ലെയർ ചെയ്തിരിക്കണമെന്നുണ്ടെങ്കിൽ അതിനകത്ത് ഇന്റീജർ വാല്യൂ മാത്രമേ സ്റ്റോർ ചെയ്യാൻ പറ്റുള്ളൂ. ഇനി ക്യാരക്ടർ അറേ ആണെന്നുണ്ടെങ്കിൽ അതിനകത്ത് ക്യാരക്ടേഴ്സ് മാത്രമേ സ്റ്റോർ ചെയ്യാൻ പറ്റുള്ളൂ. ഫ്ലോട്ട് ആണ് നമ്മൾ കൊടുത്തിരിക്കണമെന്നുണ്ടെങ്കിൽ അതിനകത്ത് ഫ്രാക്ഷണൽ വാല്യൂസ്, ഫ്ലോട്ടിംഗ് പോയിന്റ് നമ്പേഴ്സ് മാത്രമേ നമുക്ക് അതിനകത്ത് സ്റ്റോർ ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, ദെൻ struct keyword is used to declare a structure. Variables inside the structure are called member of the structure. Member of the structure എന്നാണ് സ്ട്രക്ചറിനകത്തുള്ള വേരിയബിൾസിനെ നമ്മൾ വിളിക്കുന്ന പേര്. ഓക്കെ, ഇതാണ് അതിന്റെ ഒരു ബേസിക് സിന്റാക്സ്. സ്ട്രക്ട് എന്നുള്ള കീവേഡ് കൊടുക്കണം സ്ട്രക്ചർ ഡിഫൈൻ ചെയ്യാനായിട്ട്. സ്ട്രക്ട്, സ്ട്രക്ചർ നെയിം, ദെൻ അതിനുള്ള ഓപ്പൺ ക്ലോസ്ഡ് ആയിട്ടുള്ള 2 ഫ്രേസസ് ഉണ്ട്, ടെർമിനേഷൻ ക്യാരക്ടർ ഉണ്ട്. അതോടൊപ്പം തന്നെ നമ്മളിവിടെ മെമ്പർ ഡെഫിനിഷൻസ്, അതായത് നമ്മൾ ഇതിനകത്ത് ഏതെല്ലാം ഡാറ്റ ടൈപ്പുകളാണോ യൂസ് ചെയ്യുന്നത് അതെല്ലാം ഇതിനകത്തേക്ക് നമുക്ക് എഴുതാൻ പറ്റും. ഇതാണ് ഇതിന്റെ ബേസിക് ആയിട്ടുള്ള ഒരു സിന്റാക്സ്. ഓക്കെ, ഇതിന്റെ എക്സാമ്പിൾ ആണ് സ്ട്രക്ചറിന്റെ. നമ്മളിവിടെ സ്ട്രക്ചറിന്റെ സിന്റാക്സ് നോക്കിയിട്ടുണ്ടായിരുന്നു. ഇവിടെ നമ്മൾ അതിന്റെ എക്സാമ്പിൾ പറഞ്ഞു തരികയാണ്. എംപ്ലോയി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഡാറ്റ ടൈപ്പ് ആണ് ഞാനിവിടെ ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത്. അതായത് ഒരു സ്ട്രക്ചർ ആണ് ഞാൻ ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത്. സ്ട്രക്ട് എംപ്ലോയി എന്ന് ഞാൻ കൊടുത്തിട്ടുണ്ട്. അതിനകത്ത് ദെൻ
ഓപ്പൺ ഫ്രേസിസ്, ക്ലോസ്ഡ് ഫ്രേസിസ്, ടെർമിനേഷൻ ക്യാരക്ടർ. അതിന്റെ സിൻടാക്സ് കറക്റ്റ് ആയിട്ട് ഫോളോ ചെയ്തു. ഈ സ്ട്രക്ട് എന്നുള്ളത് നമ്മുടെ കീവേഡ് ആണ്, സ്ട്രക്ചർ ഡിഫൈൻ ചെയ്യാനുള്ള കീവേഡ് ആണ്. എംപ്ലോയി എന്നുള്ളത് നമ്മുടെ സ്ട്രക്ചർ നെയിം, അതല്ലാന്നുണ്ടെങ്കിൽ ടാഗ് എന്നും പറയാം, സ്ട്രക്ചർ ടാഗ് എന്നും പറയാം. ഓക്കെ, ഇതിനകത്തുള്ള മെമ്പർ വേരിയബിൾസ് ഏതൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻറ്റീജർ ഐ ഡി എന്ന് കൊടുത്തിട്ടുണ്ട്, ക്യാരക്ടർ നെയിം കൊടുത്തിട്ടുണ്ട്, അതൊരു അറേ ആയിട്ടാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്, ഫ്ലോട്ട് സാലറി എന്നും കൊടുത്തിട്ടുണ്ട്. അതായത് നമ്മൾ ഡെഫിനിഷനിൽ പറഞ്ഞതുപോലെ തന്നെ സ്ട്രക്ചറിൽ ഉണ്ടാവുന്നത് ഡിഫറെന്റ് ഡാറ്റ ടൈപ്പുകളായിരിക്കും ഇതിനകത്ത് ഉണ്ടാവുക. സോ ഇതിനകത്ത് ഇൻറ്റീജർ വാല്യൂ ഉണ്ട്, അതുപോലെ തന്നെ ക്യാരക്ടർ വാല്യൂ ഉണ്ട്, അതുപോലെ തന്നെ ഫ്ലോട്ട് വാല്യൂ ഉണ്ട്. സോ ഇത്രയും വാല്യൂസ് ആയിരിക്കും നമുക്ക് എന്തുണ്ടാവുക, ഒരു സ്ട്രക്ചറിനകത്ത് ഉണ്ടാവുക. നേരെ മറിച്ച് അറേ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അറേ ഡിഫൈൻ ചെയ്യുന്ന സമയത്ത് ഇൻറ്റീജർ ആയിട്ടാണ് നമ്മൾ അറേ കൊടുത്തിരിക്കണമെന്നുണ്ടെങ്കിൽ അതിനകത്ത് സ്റ്റോർ ചെയ്യുന്ന എല്ലാ വാല്യൂസും ഇൻറ്റീജർ വാല്യൂ മാത്രമായിരിക്കും. പക്ഷേ സ്ട്രക്ചർ നമ്മൾ നോക്കുന്ന സമയത്ത് സ്ട്രക്ചറിനകത്ത് നമ്മൾ ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന എംപ്ലോയി എന്നുള്ള സ്ട്രക്ചറിനകത്ത് ഇൻറ്റീജർ ഐ ഡി, ക്യാരക്ടർ നെയിം, ഫ്ലോട്ട് സാലറി, 3 ഡാറ്റ ടൈപ്പുകൾ നമ്മൾ ഈ സ്ട്രക്ചറിനകത്ത് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, here structure is the keyword, employee is the name of the structure, id, name and salary are the members or fields of the structure. Okay, ഇവിടെ ഞാൻ എക്സാമ്പിളിന് ഒന്നുകൂടെ അതിന്റെ മെമ്മറി അലൊക്കേഷൻസ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്തു തന്നിരിക്കുകയാണ്. ശ്രദ്ധിച്ചു നോക്കിക്കോളൂ. നമ്മൾ അവിടെ ചെയ്തിരിക്കുന്ന സ്ട്രക്ട് എംപ്ലോയി, ദെൻ ഓപ്പൺ ഫ്രേസസ്, അതിനകത്ത് 3 ഡാറ്റ ടൈപ്പാണ് കൊടുത്തിരിക്കുന്നത്. ഇൻറ്റീജർ ഐ ഡി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഐ ഡി എന്നുള്ള വേരിയബിൾ സ്റ്റോർ ചെയ്യാൻ പറ്റുന്നതിന്റെ മാക്സിമം സൈസ് 2 bytes ആണ്. കാരണം അത് ഇൻറ്റീജർ ആയതുകൊണ്ട്. ഇൻറ്റീജർ ഡാറ്റ ടൈപ്പിന്റെ സൈസ് 2 bytes ആണ്. സോ ഐ ഡിയിലേക്ക് സ്റ്റോർ ചെയ്യാൻ പറ്റുന്ന മാക്സിമം സൈസ് 2 bytes ആയിരിക്കും അതിനകത്ത് ഉണ്ടാകും. അതുപോലെ തന്നെ ക്യാരക്ടറിന്റെ സൈസ് എത്രയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നെയിം, ക്യാരക്ടറിന്റെ സൈസ് 1 ആണ്. പക്ഷെ ക്യാരക്ടർ നെയിം എന്നുള്ളത് ഒരു അറേ ആണ്, 10 എണ്ണം എടുത്തിട്ടുണ്ട്. സോ 10 സ്പേസ് എടുത്തത് കൊണ്ട് ക്യാരക്ടറിന്റെ സൈസ് 1 ആണ്. സോ 10 സ്പേസ് എനിക്ക് അലോക്കേറ്റ് ആവും. ഓക്കെ, അതുപോലെ തന്നെ സാലറി എന്ന് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഫ്ലോട്ട് വാല്യൂ ആണ്, ഫ്ലോട്ട് ഡാറ്റ ടൈപ്പിലാണ് സാലറി എന്നുള്ള വേരിയബിൾ നിൽക്കുന്നത്. ഫ്ലോട്ടിന്റെ സൈസ് 4 ആണ്. സോ 4 bytes അവൈലബിൾ ആണ്. സോ അങ്ങനെ നോക്കുകയാണെങ്കിൽ ഇൻഡിവിജ്വൽ ആയിട്ട് ഓരോ ഡാറ്റ ടൈപ്പിന്റെയും സൈസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കറിയാം ഇൻറ്റീജർ 2 ആണ്, ക്യാരക്ടർ വന്നിട്ട് 1 ആണ്, അതുപോലെ തന്നെ ഫ്ലോട്ട് വന്ന് 4 ആണെന്നുള്ള കാര്യം നമുക്കറിയാം. സോ ടോട്ടൽ ആയിട്ട് എംപ്ലോയി എന്നുള്ള ആ ഒരു നമ്മൾ ഡിഫൈൻ ചെയ്തിരിക്കുന്ന ഡാറ്റ ടൈപ്പ്, യൂസർ ഡിഫൈൻഡ് ഡാറ്റ ടൈപ്പിന്റെ സൈസ് എത്രയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എംപ്ലോയിന്റെ മൊത്തം സൈസ് ആയിട്ട് നമുക്ക് ഇതിന്റെ എല്ലാത്തിന്റെയും ടോട്ടൽ ആയിട്ടായിരിക്കും വന്നിട്ടുണ്ടാവുക. അതായത് ആദ്യത്തെ 2 എണ്ണം ഐ ഡി എന്നുള്ളതിന്റെ വാല്യൂ സ്റ്റോർ ചെയ്യാനായിട്ടും നെയിം എന്നുള്ളതിന്റെ വാല്യൂ സ്റ്റോർ ചെയ്യാനായിട്ടും സാലറി എന്നുള്ളതിന്റെ വാല്യൂ സ്റ്റോർ ചെയ്യാനായിട്ടുള്ള ടോട്ടൽ സൈസ് ആയിരിക്കും വന്നിട്ടുണ്ടാവുക. അതായത് 2 bytesന്റെയും 10 bytesന്റെയും 4 bytesന്റെയും ടോട്ടൽ 16 bytesന്റെ ഒരു ടോട്ടൽ ആയിട്ടായിരിക്കും എംപ്ലോയി എന്നുള്ളതിന്റെ സൈസ് നമുക്ക് കിട്ടുന്നുണ്ടാവുക. ഇവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ സെയിം കൺസെപ്റ്റ് തന്നെ ഒന്നുകൂടെ എക്സ്പ്ലെയിൻ ചെയ്തതാണ്. ഐ ഡി എന്നുള്ളതും അതായത് ഇൻറ്റീജറിന്റെയും ക്യാരക്ടറിന്റെയും ഫ്ലോട്ടിന്റെയും 3ന്റെയും ടോട്ടൽ സൈസ് 2 + 10 + 4 അതെല്ലാം കൂടി ചേർന്നതാണ് നമ്മൾ എംപ്ലോയി വന്ന് ക്രിയേറ്റ് ചെയ്യുന്ന അതിന്റെ ടോട്ടൽ സൈസ് ആയിട്ട് വരുന്നത്. ഓക്കെ, ഇവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ സ്ട്രക്ചറിന്റെ പ്രോഗ്രാമിംഗ് സെക്ഷനിലേക്ക് കിടക്കുകയാണ്. ഇത്രയും നേരം നമ്മൾ നോക്കിയിരുന്നത് സ്ട്രക്ചറിന്റെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളും അതിന്റെ ഡെഫിനേഷൻസും അങ്ങനെയുള്ള എല്ലാം തന്നെ നോക്കി. ദെൻ ഇവിടെ നമ്മുടെ പ്രോഗ്രാമിംഗ് കൺസെപ്റ്റിലേക്ക് കയറി വരുന്ന സമയത്ത് ശ്രദ്ധിച്ചോളൂ, ഇവിടെ നമ്മൾ 2 ഹെഡർ ഫയൽസ് ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. എപ്പോഴും ചെയ്യുന്നത് പോലെ തന്നെ സാധാരണ പ്രോഗ്രാമിൽ നിന്നും വലിയ മാറ്റങ്ങളൊന്നും തന്നെ സ്ട്രക്ചർ പ്രോഗ്രാമിനകത്തില്ല. ഓക്കെ, അതിനുശേഷം സ്ട്രക്ട് എംപ്ലോയി, അതിനുശേഷം അതിനുള്ളിൽ ഇൻറ്റീജർ ഐ ഡി, ക്യാരക്ടർ നെയിം, ഫ്ലോട്ട് സാലറി, ഈ 3 ഡാറ്റ ടൈപ്പുള്ള 3 വേരിയബിൾ ഞാൻ ഇതിനകത്ത് ഡിക്ലെയർ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ, ദെൻ അതിനുശേഷം ഞാൻ ക്ലോസ് ചെയ്തിട്ടുണ്ട് E1 E2 എന്ന് പറഞ്ഞിട്ട് ഞാനൊരു സ്ട്രക്ചർ വേരിയബിളും ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടെ ഇതിനകത്ത് വരുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്ട്രക്ചർ ഡിക്ലറേഷൻ ആണ് ഇവിടെ നടക്കുന്നത്. ഓക്കെ, ഞാൻ സ്ട്രക്ചറിന്റെ പേര് കൊടുത്തിരിക്കുന്നത് എംപ്ലോയി എന്നുള്ള പേരാണ് ഞാൻ സ്ട്രക്ചറിനെ കൊടുത്തിരിക്കുന്നത്. സ്ട്രക്ട് STRUCT എന്നുള്ള കീവേഡാണ് ഞാൻ ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. ദെൻ അതിനുശേഷം ഇൻറ്റീജർ ഐ ഡിയും നെയിമും അതുപോലെ തന്നെ സാലറിയും, ഈ 3 കാര്യങ്ങളും മെമ്പർ വേരിയബിൾസ് ആയിട്ടാണ് ഇതിനകത്ത് വരുന്നത്. അതായത് സ്ട്രക്ചറിന്റെ മെമ്പർ വേരിയബിൾസ് ആയിട്ടായിരിക്കും ഇതിനകത്ത് ഉണ്ടാവുക. ദെൻ അത് കൂടാതെ അത് കഴിഞ്ഞത് E1 E2 എന്ന് പറഞ്ഞിട്ട് ഞാൻ 2 സ്ട്രക്ചർ വേരിയബിൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഈ സ്ട്രക്ചർ വേരിയബിളിലാണ് എനിക്ക് യഥാർത്ഥ സ്ട്രക്ചറിന്റെ യൂസേജ് വരുന്നത്. ഓക്കെ, അതെന്താണെന്നുള്ളത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കുന്നുണ്ട്. ഓക്കെ, ദെൻ ഇവിടെ നമ്മൾ ക്രിയേറ്റ് ചെയ്യണത് E1 E2 എന്ന് പറഞ്ഞ 2 സ്ട്രക്ചർ വേരിയബിൾ ക്രിയേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ എംപ്ലോയി എന്നുള്ളതിന്റെ 2 കോപ്പിയാണ് നമ്മൾ ശരിക്കും എടുക്കുന്നത്. അതായത് E1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ E1 എന്നുള്ളതിന്റെ അകത്ത് എനിക്ക് 3 കാര്യങ്ങൾ കിട്ടുന്നുണ്ടാവും. ഐ ഡി ഉണ്ടാവും, നെയിം ഉണ്ടാവും, സാലറി ഉണ്ടാവും. അതുപോലെ തന്നെ E2 എന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ E2വിനകത്തും ഐ ഡിയും നെയിമും സാലറി ഉണ്ടാവും. സോ ഇവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ E1 E2 സ്ട്രക്ചർ വേരിയബിൾസ് ആണ്. അതായത് ഈ ഒരു സ്ട്രക്ചറിന്റെ ഒരു കോപ്പിയാണ് ഞാൻ എടുത്ത് വെക്കുന്നത്. E1 എന്ന് പറഞ്ഞിട്ട് ഒരു കോപ്പി ഉണ്ട്, അതുപോലെ തന്നെ E2 എന്ന് പറഞ്ഞിട്ട് എനിക്കൊരു കോപ്പി ഉണ്ട്.
സോ E1 എന്നുള്ളതിനകത്ത് എനിക്ക് ID അവൈലബിൾ ആണ്, നെയിം അവൈലബിൾ ആണ്, സാലറി അവൈലബിൾ ആണ്. E2 എന്ന് പറഞ്ഞ് ഞാൻ ക്രിയേറ്റ് ചെയ്യുന്നതിനകത്തും എനിക്ക് ID അവൈലബിൾ ആണ്, നെയിം അവൈലബിൾ ആണ്, സാലറി അവൈലബിൾ ആണ്. ഓക്കെ, സോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എനിക്ക് ID എന്നുള്ള വേരിയബിളിനകത്ത് ഒരു വാല്യൂ സ്റ്റോർ ചെയ്യാൻ പറ്റുമല്ലോ. അതുപോലെ നെയിമിനകത്തും എനിക്കൊരു വാല്യൂ സ്റ്റോർ ചെയ്യാം, സാലറിക്കകത്തും എനിക്കൊരു വാല്യൂ സ്റ്റോർ ചെയ്യാം. ഓക്കെ, എങ്ങനെയാണെന്നുണ്ടെങ്കിൽ E1-നകത്തുള്ള ID-ക്കകത്തും എനിക്കൊരു വാല്യൂ സ്റ്റോർ ചെയ്യാം, അതുപോലെ തന്നെ E2-നകത്തുള്ള ID-ക്കകത്തും എനിക്കൊരു വാല്യൂ സ്റ്റോർ ചെയ്യാം. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ E1 E2 എന്ന് പറഞ്ഞത് മാത്രമല്ല, E1 എത്ര മെമ്പർ വേരിയബിൾസ്, എത്ര സ്ട്രക്ചർ വേരിയബിൾസ് വേണമെങ്കിലും എനിക്കിവിടെ ക്രിയേറ്റ് ചെയ്ത് പോവാം. E1 E2 E3 E4 E5 E6 എത്ര വേണമെങ്കിലും എനിക്ക് ക്രിയേറ്റ് ചെയ്ത് പോവാം. അതിൽ ഓരോന്നിനകത്തും ഇവിടെ E1 തന്നെ ആവണം എന്നില്ല, ഞാൻ ജസ്റ്റ് എക്സാമ്പിൾ വെച്ചു എന്നേ ഉള്ളൂ. E1 എന്ന് പറഞ്ഞിട്ട് എനി കൈൻഡ് ഓഫ് വേരിയബിൾ ഡിക്ലറേഷൻ റൂൾ വരുന്നതിനകത്ത് സാറ്റിസ്ഫൈ ചെയ്യുന്ന എല്ലാ രീതിയിലും നമുക്ക് ഇതിനകത്ത് ഡിക്ലെയർ ചെയ്യാം. സോ E1 E2 എന്നുള്ളതിനകത്ത് E1 എടുക്കുകയാണെന്നുണ്ടെങ്കിൽ E1 എന്നുള്ള സ്ട്രക്ചറിനകത്ത് ഒരു കോപ്പിക്കകത്ത് എനിക്ക് അതിനകത്ത് ഒരു ID എന്നുള്ള ആ ഒരു സ്പേസ് ഫിൽ ചെയ്യാൻ പറ്റും, നെയിം എന്നുള്ള സ്പേസ് ഫിൽ ചെയ്യാം, അതുപോലെ തന്നെ സാലറി എന്നുള്ള സ്പേസും ഫിൽ ചെയ്യാൻ പറ്റും. നമ്മൾ ശരിക്കും നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു മെയിൻ കോപ്പി എടുത്തതിന് ശേഷം നമ്മൾ കുറെ ഫോട്ടോസ്റ്റാറ്റ് എടുത്ത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യണമെന്ന് വിചാരിക്കും. ഫില്ല് ചെയ്യാനായിട്ട് നമ്മളൊരു ആപ്ലിക്കേഷൻ ഫോമിന്റെ ഒരു കോർ കോപ്പി ഉണ്ട്, ആ കോർ കോപ്പിയാണ് ഈ എംപ്ലോയി എന്ന് വിചാരിക്കുക. ഓക്കെ, ഈ കോർ കോപ്പിയിൽ ഫില്ല് ചെയ്ത് കഴിഞ്ഞാൽ ഒരാൾക്ക് മാത്രമേ അത് ഉപയോഗിക്കാൻ പറ്റുള്ളൂ. സോ അതിന് പകരം നമ്മൾ ഈ കോർ കോപ്പീനെ പല കോപ്പികളായിട്ട് നമ്മൾ എന്ത് ചെയ്യാൻ പോകണം, ഫോട്ടോസ്റ്റാറ്റ് എടുക്കാൻ പോകണമെന്ന് ചിന്തിക്കാം. സോ E1 E2 E3 E4 എന്നുള്ളതെല്ലാം ഓരോ കോപ്പികളാണ്. സോ എനിക്ക് എത്ര കോപ്പികൾ വേണമെന്നുണ്ടെങ്കിൽ എടുക്കാൻ പറ്റും. സോ ഓരോ കോപ്പി എടുക്കുമ്പോഴും ആ കോപ്പിന്റെ ഉള്ളിലെല്ലാം എനിക്ക് എന്തുണ്ടാവും, ഈ മൂന്ന് കാര്യങ്ങൾ ആ കോപ്പിക്കകത്ത് ഉണ്ടാവും. ഓക്കെ, സോ എനിക്ക് ഈ ഒരു സ്ട്രക്ചർ വേരിയബിൾസ് എത്ര എണ്ണം വേണമെന്നുണ്ടെങ്കിലും ക്രിയേറ്റ് ചെയ്ത് പോകാം. അങ്ങനെ ക്രിയേറ്റ് ചെയ്ത് പോകുന്ന സമയത്ത് അതിൽ ഓരോ സ്ട്രക്ചർ വേരിയബിൾസിനകത്തും എനിക്ക് വാല്യൂ സ്റ്റോർ ചെയ്യാം. നമ്മൾ ഫോട്ടോസ്റ്റാറ്റ് എടുത്ത് കൊടുക്കുന്ന ഓരോരുത്തർക്കും അവരുടേതായിട്ടുള്ള വാല്യൂസ്, അതായത് അവരുടെ വിവരങ്ങളെല്ലാം തന്നെ ഇതിനകത്ത് സ്റ്റോർ ചെയ്യാൻ പറ്റും. ഇതാണ് സ്ട്രക്ചറിന്റെ യഥാർത്ഥ കൺസെപ്റ്റ്. ഓക്കെ, സോ സ്ട്രക്ചർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നുകൂടി ജസ്റ്റ് പറഞ്ഞുതരാം. സ്ട്രക്ചർ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം ഒരു യൂസർ ഡിഫൈൻഡ് ഡാറ്റ ടൈപ്പ് ആണെന്നുള്ള കാര്യം എനിക്കറിയാം. അതുപോലെ തന്നെ നമ്മളിപ്പോൾ ഡീറ്റെയിൽ ആയി നോക്കി വന്നത് മുഴുവനുണ്ട്. ദെൻ ഇൻറ്റീജർ ID ക്യാരക്ടർ നെയിം ഫ്ലോട്ട് സാലറി എന്നുള്ളത് ഈ ഒരു സ്ട്രക്ചറിന്റെ മെമ്പർ വേരിയബിൾസ് ആണ്. ദെൻ E1 E2 എന്നുള്ളത് സ്ട്രക്ചറിന്റെ വേരിയബിൾസ് ആണ്. ദെൻ E1 എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ എംപ്ലോയി എന്നുള്ള സ്ട്രക്ചറിന്റെ ഒരു കോപ്പിയാണ്, അതായത് സ്ട്രക്ചർ വേരിയബിൾ എന്നുള്ളതാണ്. ആ സ്ട്രക്ചർ വേരിയബിളിന് അകത്ത് നമുക്ക് ഈ മൂന്ന് കാര്യങ്ങളും അവൈലബിൾ ആയിരിക്കും. ഓക്കെ, അങ്ങനെയാണെങ്കിൽ E2-നകത്തും ഈ മൂന്ന് കാര്യങ്ങൾ അവൈലബിൾ ആയിരിക്കും. അങ്ങനെ നമുക്ക് എത്ര സ്ട്രക്ചർ വേരിയബിൾസ് വേണമെങ്കിലും ക്രിയേറ്റ് ചെയ്ത് പോകാം. ഓക്കെ, E1 E2 എന്ന് മാത്രമല്ല, ഞാനിവിടെ 2 ചെയ്തിട്ടുള്ളൂ, എത്ര എണ്ണം വേണമെങ്കിലും എനിക്ക് ക്രിയേറ്റ് ചെയ്ത് പോകാം. ഓക്കെ, ദെൻ അതിനുശേഷം മെയിൻ ഫംഗ്ഷനകത്ത് എന്തെല്ലാം കാര്യങ്ങളാണ് ജസ്റ്റ് നോക്കാം. ക്ലിയർ സ്ക്രീൻ ഉണ്ട്. ദെൻ ഞാനിവിടെ എന്താ ചെയ്യാൻ പോകുന്നത്, സ്റ്റോറിങ് ഫസ്റ്റ് എംപ്ലോയി ഡീറ്റെയിൽ, അതായത് ഞാൻ ആദ്യത്തെ എംപ്ലോയി ഡീറ്റെയിൽ സ്റ്റോർ ചെയ്യാൻ പോവാണ്. എംപ്ലോയി എന്നുള്ളതാണ് എൻ്റെ സ്ട്രക്ചർ ഞാൻ ക്രിയേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് എംപ്ലോയിന്റെ ID, എംപ്ലോയിയുടെ നെയിം, എംപ്ലോയിയുടെ സാലറിയാണ് ഞാൻ ഇതിനകത്ത് സെറ്റ് ചെയ്യുന്നത്. സോ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു E1 എന്നുള്ളത് ഒരു കോപ്പിയാണ്, E2 എന്നുള്ളത് ഒരു കോപ്പിയാണ്. സോ സ്റ്റോറിങ് ഫസ്റ്റ് എംപ്ലോയി ഡീറ്റെയിൽ വെച്ച് ഞാൻ E1-നകത്താണ് ഞാനിത് സ്റ്റോർ ചെയ്യാൻ പോകുന്നത്. ആദ്യത്തെ എംപ്ലോയിന്റെ വാല്യൂസ് ആണ് ഞാൻ സ്റ്റോർ ചെയ്യാൻ പോകുന്നത്. സോ E1 എന്നുള്ള ആ ഒരു സ്ട്രക്ചർ വേരിയബിളിന് അകത്തുള്ള ID-യിലാണ് ഞാൻ വാല്യൂ സ്റ്റോർ ചെയ്യുന്നത്, 1 എന്നുള്ളത്. 1 എന്നുള്ള വാല്യൂ ഞാൻ ID-യിൽ സ്റ്റോർ ചെയ്യുന്നുണ്ട്. അത് ഏതിലാണുള്ളത്, E1 എന്നുള്ളതിനകത്താണ് ഉള്ളത്. ഓക്കെ, അതുപോലെ തന്നെ E1-ന്റെ നെയിം സെക്ഷനിൽ ഞാൻ എന്ത് ചെയ്യാണ്, അനിൽ എന്നുള്ള നെയിം ഞാൻ അവിടെ ഫില്ല് ചെയ്യണം. അതായത് സ്ട്രിങ് കോപ്പി എന്നുള്ള നമ്മുടെ സ്ട്രിങ് ഫങ്ഷൻസ് യൂസ് ചെയ്തിട്ടാണ് ഞാൻ ഇവിടെ ചെയ്യുന്നത്. നെയിം എന്നുള്ളതിലേക്ക് അനിൽ എന്നുള്ള വാല്യൂ ഞാൻ കോപ്പി ചെയ്യാണ്. സോ E1 എന്നുള്ള കോപ്പിക്കകത്തുള്ള ID-യും ഫില്ല് ചെയ്തിട്ടുണ്ട്, നെയിമും ഫില്ല് ചെയ്തിട്ടുണ്ട്. ID 1 ആയിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്, നെയിം അനിൽ എന്നുള്ളതും സെറ്റ് ചെയ്തിട്ടുണ്ട്. ദെൻ E1-നകത്തുള്ള സാലറി ഞാൻ സെറ്റ് ചെയ്യാണ്, 10,000 എന്നുള്ള സാലറി ഞാൻ സെറ്റ് ചെയ്യാണ്. ഇവിടെ ശ്രദ്ധിച്ചോളൂ, ഇതെല്ലാം E1-നകത്തുള്ള 3 കാര്യങ്ങൾക്കാണ് ഞാൻ വാല്യൂ സെറ്റ് ചെയ്തത്. സോ അത് വേണമെന്നുണ്ടെങ്കിൽ എനിക്ക് E2 എന്നുള്ള ആൾക്ക് ഞാൻ സെറ്റ് ചെയ്യാൻ പറ്റും, പ്രോബ്ലം ഇല്ല. സോ ഇവിടെ ശ്രദ്ധിക്കുകയാണെന്നുണ്ടെങ്കിൽ E1-നകത്തുള്ള ഓരോ വേരിയബിളിനും ഞാൻ ആക്സസ് ചെയ്യാൻ യൂസ് ചെയ്തത് ഡോട്ട് ഓപ്പറേറ്റർ ആണ്. ഓക്കെ, E1-നകത്തും അതുപോലെ തന്നെ E2-നകത്തും എനിക്ക് വാല്യൂസ് ആക്സസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഞാൻ യൂസ് ചെയ്യേണ്ടത് ഡോട്ട് ഓപ്പറേറ്റർ ആണ്. E1 ഡോട്ട് ID എന്ന് പറഞ്ഞാൽ ഞാൻ എടുത്തിരിക്കുന്നത്. കാരണം E1 എന്നുള്ള കോപ്പിക്കകത്തുള്ള ID-നാണ് ഞാൻ എന്ത് ചെയ്യാൻ പോകുന്നത്, വാല്യൂ സ്റ്റോർ ചെയ്യാൻ പോകുന്നത്. സോ E1 ഡോട്ട് ID എന്ന് വെച്ച് കഴിഞ്ഞാൽ E1-നകത്തുള്ള ID-യിലേക്ക് ഞാൻ 1 എന്നുള്ളത് സ്റ്റോർ ചെയ്തു. അതുപോലെ തന്നെ E1-നകത്തുള്ള നെയിമിനകത്ത് ഞാൻ എന്ത് ചെയ്തു, അനിൽ എന്നുള്ള ഒരു പേര് ഞാൻ ഇതിനകത്ത് കോപ്പി ചെയ്തു. E1-നകത്തുള്ള സാലറി എന്നുള്ള വേരിയബിളിലേക്ക് ഞാൻ 10,000 എന്നുള്ള വാല്യൂ സ്റ്റോർ ചെയ്തു. ഓക്കെ, സോ ഇത്രയും കാര്യം ഞാൻ ഇവിടെ ഫസ്റ്റ് എംപ്ലോയി ഡീറ്റെയിൽ ആയിട്ട് ഞാൻ E1-നകത്ത് സെറ്റ് ചെയ്ത് വെക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ E1-നകത്തുള്ള വാല്യൂസ് എല്ലാം തന്നെ ഫില്ല് ചെയ്ത് ഞാൻ വെച്ചിട്ടുണ്ട്. E2 ഞാൻ ഇപ്പോഴും യൂസ് ചെയ്തിട്ടില്ല,
അതുകൊണ്ട് എനിക്ക് യാതൊരു പ്രശ്നമില്ല. കാരണം എത്ര കോപ്പി വേണമെങ്കിലും എനിക്ക് എടുത്തു വെക്കാം. ഫില്ല് ചെയ്യേണ്ട ആവശ്യം എന്നുള്ള നേരത്ത് ഫില്ല് ചെയ്താൽ മാത്രം മതി. ഓക്കെ. ദെൻ അതേപോലെ തന്നെ അടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ ഈ ഇതിനകത്തുള്ള വാല്യൂസ് എല്ലാം പ്രിന്റ് ചെയ്യണം. സോ പ്രിന്റ് ഓഫ് സ്റ്റേറ്റ്മെന്റ് ഇട്ടു ഐ ഡി എന്ന് പറഞ്ഞിട്ട് ഞാൻ പ്രിന്റ് ചെയ്യിക്കുകയാണ്. പ്രിന്റ് ചെയ്യിക്കുന്നത് E1 ഡോട്ട് ഐ ഡി. E1-നകത്തുള്ളതിലെ ഐ ഡിന്റെ വാല്യൂ എന്താണോ അതാണ് പ്രിന്റ് ചെയ്യേണ്ടത്. സോ 1 എന്നുള്ളത് എനിക്ക് പ്രിന്റ് ആവും. അതുപോലെ നെയിം എന്ന് പറഞ്ഞിട്ട് ഞാൻ പ്രിന്റ് ചെയ്യുന്നുണ്ട്. സ്ട്രിങ് ആണ് പ്രിന്റ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് പെർസെന്റേജ് ഞാൻ സെറ്റ് ചെയ്തിരിക്കുന്നത്. E1-നകത്തുള്ള നെയിം ആണ്. അതായത് E1 എന്നുള്ള ആ ഒരു വേരിയബിളിനകത്ത് നെയിം എന്നുള്ളതിൽ ഫില്ല് ചെയ്ത് വെച്ചിരിക്കുന്നത് ഞാൻ അനിൽ എന്നാണ്. സോ എനിക്ക് അവിടെ പ്രിന്റ് ആവുന്നത് അനിൽ എന്നായിരിക്കും. ദെൻ E1-നകത്ത് സാലറി ഞാൻ പ്രിന്റ് ചെയ്യുന്നുണ്ട്. ഇങ്ങനെയാണ് നമ്മളൊരു സ്ട്രക്ചർ വേരിയബിൾ ജനറേറ്റ് ചെയ്യുന്നതും അതുപോലെ തന്നെ സ്ട്രക്ചർ വേരിയബിളിനകത്ത് വാല്യൂ ഇൻസേർട്ട് ചെയ്യുന്നതും ആ സ്ട്രക്ചർ വേരിയബിളിന്റെ അകത്തുള്ള വാല്യൂസ് പ്രിന്റ് ചെയ്ത് പുറത്തെടുക്കുന്നതും. ഓക്കെ. ഇനി നമുക്ക് വേണമെങ്കിൽ സ്ട്രക്ചർ വേരിയബിൾ രണ്ട് രീതിയിൽ ക്രിയേറ്റ് ചെയ്യാം. ഒന്ന് സ്ട്രക്ചർ കഴിഞ്ഞതും നമ്മളിവിടെ ടെർമിനേഷൻ സിൻടാക്സിൽ കണ്ടത് ടെർമിനേഷൻ ആയിരുന്നു. ഇവിടെ ഞാൻ E1 E2 എന്ന് പറഞ്ഞ് ഞാൻ ഇട്ടിട്ടുണ്ട്. ഇങ്ങനെയും നമുക്ക് ഇവിടെ സ്ട്രക്ചർ വേരിയബിൾ ക്രിയേറ്റ് ചെയ്യാം. അത് കൂടാണ്ട് മെയിൻ ഫംഗ്ഷൻ അകത്തും എനിക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഞാനത് പ്രോഗ്രാം വർക്കിങ്ങിനകത്ത് കാണിച്ചു തരാം. ഓക്കെ. ദെൻ ഡിക്ലെയറിംഗ് സ്ട്രക്ചർ വേരിയബിൾ, അതായത് സ്ട്രക്ചർ വേരിയബിൾ ഡിക്ലെയർ ചെയ്യുന്നത് ആ രീതിയാണ് പറയാൻ പോകുന്നത്. We can declare a structure variable for the structure so that we can access the member of the structure easily. There are two ways to declare structure variable. First one, by struct keyword within main function. Second one, by declaring a variable at the time of defining the structure. നമ്മൾ ഇതിന് മുൻപ് നോക്കിയ എക്സാമ്പിൾ ചെയ്തിട്ടുണ്ടായിരുന്നത് സെക്കൻഡ് സ്റ്റെപ്പ് ആയിരുന്നു. ബൈ ഡിക്ലെയറിംഗ് എ വേരിയബിൾ അറ്റ് ദ ടൈം ഓഫ് ഡിഫൈനിങ് ദ സ്ട്രക്ചർ. സ്ട്രക്ചർ ഡിഫൈൻ ചെയ്യുന്ന സമയത്ത് തന്നെ നമ്മൾ ആ ടെർമിനേഷൻ ക്യാരക്ടറിന് മുൻപ് നമ്മൾ E1 E2 എന്നുള്ള കാര്യങ്ങൾ നമ്മൾ അവിടെ ചെയ്തിട്ടുണ്ടായിരുന്നു. സോ ഇതിന്റെ പ്രോഗ്രാമിംഗ് സെക്ഷനകത്ത് ഞാനിവിടെ മെയിൻ ഫംഗ്ഷനകത്ത് എങ്ങനെയാണ് സ്ട്രക്ചർ വേരിയബിൾ ക്രിയേറ്റ് ചെയ്യുക എന്നുള്ള കാര്യം പറഞ്ഞു തരാം. ഓക്കെ. സ്ട്രക്ചർ വേരിയബിൾ നമുക്ക് രണ്ട് രീതിയിലാണ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുക. ഒന്നില്ലെങ്കിൽ മെയിൻ ഫംഗ്ഷൻ അകത്ത് നമുക്ക് ക്രിയേറ്റ് ചെയ്യാം. അതല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഡിക്ലെയർ ചെയ്യുന്നത് സ്ട്രക്ചർ എൻഡ് ചെയ്യുന്നതിൻ്റെ ഒപ്പം തന്നെ നമുക്ക് അത് ഡിക്ലെയർ ചെയ്ത് വെക്കാൻ പറ്റും. ഓക്കെ. ദെൻ ആക്സസിങ് മെമ്പർ ഓഫ് ദി സ്ട്രക്ചർ. സ്ട്രക്ചർ വേരിയബിളിനകത്ത് നമുക്ക് എങ്ങനെയാണ് അതിനകത്തുള്ള മെമ്പേഴ്സിനെ ആക്സസ് ചെയ്യാൻ പറ്റുക എന്നുള്ള കാര്യമാണ് നോക്കുന്നത്. ഡോട്ട് ഓപ്പറേറ്റർ വെച്ചിട്ടാണ് സാധാരണഗതിയിൽ ഇത് ആക്സസ് ചെയ്യുന്നുണ്ടാവുക. പോയിന്റേഴ്സ് യൂസ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ആരോ ക്യാരക്ടർ വെച്ചിട്ടായിരിക്കും. പോയിന്റർ യൂസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ആരോ ക്യാരക്ടർ യൂസ് ചെയ്തിട്ടായിരിക്കും. ഇവിടെ നമ്മൾ പോയിന്റർ ഒന്നും യൂസ് ചെയ്യുന്നില്ല. ജസ്റ്റ് നമ്മൾ അതിനകത്തുള്ള വാല്യൂ മാത്രമാണ് ഗെറ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് നമ്മൾ ഡോട്ട് ഓപ്പറേറ്റർ ആയിരിക്കും എടുക്കുന്നുണ്ടാവുക. E1 ഡോട്ട് ഐ ഡി, E1 ഡോട്ട് നെയിം, E1 ഡോട്ട് സാലറി എന്ന് പറഞ്ഞ് എടുത്തിട്ടുണ്ടായിരുന്നല്ലോ. അതെല്ലാം തന്നെ നമ്മൾ അതിനകത്തുള്ള, അതായത് E1 എന്നുള്ള ആ ഒരു സ്ട്രക്ചർ വേരിയബിളിന് അകത്തുള്ള ആ സ്ട്രക്ചറിന്റെ മെമ്പർ വേരിയബിൾസിനെ ആയിരുന്നു നമ്മൾ ആക്സസ് ചെയ്തുകൊണ്ടിരുന്നത്. അങ്ങനെ ആക്സസ് ചെയ്യാനായിട്ടാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്, ഡോട്ട് ഓപ്പറേറ്റർ യൂസ് ചെയ്യുന്നത്. ഓക്കെ. ദെൻ നമുക്ക് ആ പ്രോഗ്രാമിലേക്ക് ഒന്ന് നോക്കിയിട്ട് അതിന്റെ ഔട്ട്പുട്ട് എന്താ വരുന്നത് എന്നുള്ള കാര്യം ജസ്റ്റ് ഒന്ന് നോക്കാം. ഓക്കെ. പ്രോഗ്രാമിംഗ് കൺസെപ്റ്റിലേക്ക് നോക്കുകയാണെങ്കിൽ ഓൾറെഡി എക്സ്പ്ലെയിൻ ചെയ്തുള്ള അതേ കാര്യങ്ങൾ തന്നെ ഞാൻ ഇവിടെ ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ സ്റ്റാർട്ടിംഗ് ഹെഡർ ഫയൽസ് വെച്ചിട്ടുണ്ട്, സ്ട്രക്ചർ ഡിഫൈൻ ചെയ്തിട്ടുണ്ട് എംപ്ലോയി എന്ന് പറഞ്ഞിട്ട്, അതുപോലെ തന്നെ മെമ്പർ വേരിയബിൾസ് ആയിട്ട് ഇൻറ്റീജർ ഐ ഡി, ക്യാരക്ടർ നെയിം, അതുപോലെ തന്നെ ഫ്ലോട്ട് സാലറി ഞാനിവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ സ്ട്രക്ചർ വേരിയബിൾസ് ഓൾറെഡി പറഞ്ഞ പോലെ തന്നെയാണ് E1 E2 ഞാൻ സെറ്റ് ചെയ്ത് തന്നിട്ടുള്ളത്. നമുക്ക് സ്ട്രക്ചർ വേരിയബിൾ സെറ്റ് ചെയ്യാനുള്ള രണ്ട് മെത്തേഡുകൾ, ഒന്നല്ലെങ്കിൽ സ്ട്രക്ചറിന്റെ എൻഡിൽ നമുക്ക് സെറ്റ് ചെയ്യാം, അവസാനിക്കുന്നിടത്ത് നമുക്ക് സ്ട്രക്ചർ വേരിയബിൾ സെറ്റ് ചെയ്യാമെന്ന് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. ആ മെത്തേഡ് വെച്ച് ഞാൻ ആദ്യം പറഞ്ഞുതരാം. ഓക്കെ. സ്ട്രക്ചർ അവിടെ ഡിഫൈൻ ചെയ്തു. അതിനുശേഷം ക്ലിയർ സ്ക്രീൻ ഞാൻ കൊടുത്ത് വോയിഡ് മെയിനകത്ത് ദെൻ ഫസ്റ്റ് എംപ്ലോയി ഡീറ്റെയിൽസ് ഞാൻ ഇവിടെ സ്റ്റോർ ചെയ്യുകയാണ്. E1 ഡോട്ട് ഐ ഡി എന്നുള്ളതിനകത്ത് 1ഉം അതുപോലെ തന്നെ E1 ഡോട്ട് നെയിമിനകത്ത് ഞാനിവിടെ കൊടുത്തിരിക്കുന്നത് അനിൽ എന്നുള്ളതും E1 ഡോട്ട് സാലറി എന്നുള്ളതിനകത്ത് 10,000 ഞാനിവിടെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ. അതിനകത്ത് അതായത് E1-നകത്തുള്ള വേരിയബിൾസ് എല്ലാം തന്നെ ഞാൻ എന്ത് ചെയ്തു, ഇനീഷ്യലൈസ് ചെയ്തു. അതുപോലെ തന്നെ രണ്ടാമത്തെ എംപ്ലോയിന്റെ ഇൻഫർമേഷൻ കൂടി ഞാനിവിടെ സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ. രണ്ടാമത്തെ എംപ്ലോയിനകത്ത് E2 ഡോട്ട് ഐ ഡി, E2-നകത്ത് ഉള്ള ഐ ഡിയുടെ വാല്യൂ ഞാൻ സെറ്റ് ചെയ്തിട്ടുണ്ട്, 2 എന്നുള്ളത് സെറ്റ് ചെയ്തിട്ടുണ്ട്. E2 എന്നുള്ളതിനകത്തുള്ള നെയിമിനകത്ത് ഞാൻ സെറ്റ് ചെയ്തിട്ടുണ്ട്, അരുൺ എന്നുള്ളത് സെറ്റ് ചെയ്തിട്ടുണ്ട്. E2-നകത്തുള്ള സാലറിയിൽ ഞാൻ സെറ്റ് ചെയ്തിട്ടുണ്ട്, 20,000 എന്നുള്ളത് സെറ്റ് ചെയ്തിട്ടുണ്ട്. ദെൻ ഇവിടെ ഞാൻ എന്ത് ചെയ്യാൻ പോകണം, E1-നകത്തുള്ള 3 വാല്യൂസും പ്രിന്റ് ചെയ്യാണ്, അതുപോലെ E2-നകത്തുള്ള 3 വാല്യൂസും പ്രിന്റ് ചെയ്യാണ്. ഓക്കെ. ആദ്യം ഞാൻ സ്ട്രക്ചർ ഇനീഷ്യലൈസ് ചെയ്തു, അതുപോലെ തന്നെ സ്ട്രക്ചർ വേരിയബിൾ ജനറേറ്റ് ചെയ്തു. ദെൻ അതിനുശേഷം ജനറേറ്റ് ചെയ്ത വേരിയബിളിനകത്ത് വാല്യൂസ് ഞാൻ ഇൻസേർട്ട് ചെയ്തു. അത് മെയിൻ ഫംഗ്ഷനകത്ത് വെച്ചിട്ടാണ് വാല്യൂസ് ഞാൻ ഇൻസേർട്ട് ചെയ്തത്. ദെൻ അതിനുശേഷം ആ വാല്യൂസ് എല്ലാം പ്രിന്റ് ചെയ്യിക്കാൻ പോവാം. ഓക്കെ. ഇനി നമുക്ക് ഇതിനകത്ത് ഒന്ന് കമ്പയർ ചെയ്ത് നോക്കാം. കമ്പയർ ചെയ്യുന്ന സമയത്ത് വാർണിംഗ്സും എറേഴ്സും ഒന്നും തന്നെയില്ല, 0 തന്നെയാണ്. ദെൻ ഒന്ന് റൺ ചെയ്ത് നോക്കാം. റൺ ചെയ്യുന്ന സമയത്ത്
ഫസ്റ്റ് E1-നകത്തുള്ള ID1 നെയിം അനിൽ എന്നുള്ളത്, സാലറി 10,000 ഫ്ലോട്ട് വാല്യൂ ആയതുകൊണ്ട് .00 എന്നുള്ളത് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ID2 നെയിം അരുൺ, സാലറി 20,000 എന്നുള്ളതും പ്രിന്റ് ആയിട്ടുണ്ട്. അതായത് E1-ഉം E2-ഉം രണ്ട് സ്ട്രക്ചർ വേരിയബിളിനകത്ത് സ്റ്റോർ ചെയ്തിരിക്കുന്ന വാല്യൂ ഞാനിവിടെ പ്രിന്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇനി നമുക്ക് ഇതിന്റെ രണ്ടാമത്തെ കൺസെപ്റ്റിലേക്ക് മൂവ് ചെയ്യാം. അതായത് E1 E2 എന്നുള്ളത് നമുക്ക് രണ്ട് രീതിയിൽ സെറ്റ് ചെയ്യാൻ പറ്റും. സ്ട്രക്ചർ വേരിയബിൾ രണ്ട് രീതിയിൽ സെറ്റ് ചെയ്യാൻ പറ്റും. ഒന്നില്ല എന്നുണ്ടെങ്കിൽ സ്ട്രക്ട് എംപ്ലോയി എന്നുള്ള സ്ട്രക്ചർ ഡിഫൈൻ ചെയ്യുന്നതിന്റെ എൻഡിലായിട്ട് നമുക്കിത് സ്ട്രക്ചർ വേരിയബിൾ സെറ്റ് ചെയ്യാം. അതല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് സെറ്റ് ചെയ്യാൻ പറ്റുമായിരുന്നു, നമുക്ക് ഇതിനകത്ത് മെയിൻ ഫംഗ്ഷൻ അകത്ത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇതിന്റെ വേരിയബിൾ ഞാൻ സെറ്റ് ചെയ്യാൻ പറ്റും. ഇതിനകത്ത് ഞാനിവിടെ സ്ട്രക്ട് എംപ്ലോയി E1 E2 എന്ന് പറഞ്ഞിട്ട് രണ്ട് സ്ട്രക്ചർ വേരിയബിൾ കൊടുക്കുകയാണ്. പക്ഷെ ഞാൻ ഇവിടെ സ്ട്രക്ചർ വേരിയബിൾ ഒന്നും തന്നെ ഞാൻ കൊടുത്തില്ല. ഇവിടെയുള്ള സ്ട്രക്ചർ വേരിയബിൾ എല്ലാം ഞാൻ എടുത്ത് കളഞ്ഞു. ദെൻ ഇതിന്റെ രണ്ടാമത്തെ മെത്തേഡ് സ്ട്രക്ചർ വേരിയബിൾ നമുക്ക് മെയിൻ ഫംഗ്ഷൻ അകത്തും ഡിഫൈൻ ചെയ്യാം. പക്ഷെ ഡിഫൈൻ ചെയ്യുന്ന സമയത്ത് സ്ട്രക്ട് എംപ്ലോയി എന്നുള്ളത് നമ്മൾ സ്ട്രക്ചർ എംപ്ലോയി എന്നുള്ളതാണ്, അതിന്റെ വേരിയബിൾസ് ആണ് E1 E2 എന്നുള്ളത് പറഞ്ഞു വെക്കണം. ഓക്കെ, ദെൻ ബാക്കി ഒരു മാറ്റവും ഞാൻ വരുന്നില്ല. വേരിയബിൾ ജനറേറ്റ് ചെയ്യുന്നത് സെയിം തന്നെയായിട്ടാണ് അവിടെ വെച്ചിരിക്കുന്നത്. അതിന്റെ വാല്യൂ സ്റ്റോർ ചെയ്യുന്നതെല്ലാം തന്നെ അതേപോലെ തന്നെയാണ് വെച്ചിരിക്കുന്നത്. നമുക്ക് ഇതൊന്ന് കമ്പയർ ചെയ്ത് നോക്കാം. 0 എറേഴ്സ് ആണ്. ദെൻ റൺ ചെയ്യുന്ന സമയത്ത് സെയിം ഔട്ട്പുട്ട് തന്നെയാണ് വരുന്നത്. അതായത് സ്ട്രക്ചർ വേരിയബിൾ നമുക്ക് രണ്ട് രീതിയിൽ ജനറേറ്റ് ചെയ്യാൻ പറ്റും. ഒന്നില്ല എന്നുണ്ടെങ്കിൽ സ്ട്രക്ചറിന്റെ എൻഡിലായിട്ട് സെറ്റ് ചെയ്യാം, അതല്ല എന്നുണ്ടെങ്കിൽ മെയിൻ ഫംഗ്ഷനുള്ളിലായിട്ട് സെറ്റ് ചെയ്യാം. അതുപോലെ തന്നെ സ്ട്രക്ചർ വേരിയബിളിനകത്തുള്ള മെമ്പർ വേരിയബിൾസിന് ആക്സസ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഡോട്ട് ഓപ്പറേറ്റർ ആണ് ഇതിനകത്ത് യൂസ് ചെയ്യുന്നുണ്ടാവുക. ഓക്കെ, ഇത്രയാണ് ബേസിക് ആയിട്ടുള്ള സ്ട്രക്ചറിന്റെ കാര്യങ്ങൾ. നമ്മൾ രണ്ട് സ്ട്രക്ചർ വേരിയബിൾസ് ആയിരുന്നു ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്, E1 ആൻഡ് E2. E1-നകത്ത് ഐഡിക്കകത്ത് നമ്മൾ സ്റ്റോർ ചെയ്തത് 1 ആയിരുന്നു, നെയിമിനകത്ത് സ്റ്റോർ ചെയ്തത് അനിൽ എന്നായിരുന്നു, സാലറിക്കകത്ത് സ്റ്റോർ ചെയ്തത് 10,000 എന്നായിരുന്നു. അതുപോലെ തന്നെ E2-നകത്ത് നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നതും ഇതേ കാര്യങ്ങളായിരുന്നു. നമ്മൾ എത്ര സ്ട്രക്ചർ വേരിയബിൾ ക്രിയേറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഈ മൂന്ന് കാര്യങ്ങൾ ഇതിനകത്ത് കിട്ടിക്കൊണ്ടിരിക്കും. സോ E2-നകത്തുള്ള ഐഡിക്കകത്ത് സ്റ്റോർ ചെയ്തിരുന്നത് 2 എന്നാണ്, നെയിമിനകത്ത് അരുൺ എന്നാണ്, സാലറിക്കകത്ത് 20,000 എന്നാണ്. ഇനിയിപ്പോൾ E3 എന്ന് പറഞ്ഞിട്ട് ഞാൻ പുതിയൊരു സ്ട്രക്ചർ വേരിയബിൾ ക്രിയേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിലും അതിനകത്തും ID, നെയിം, സാലറി എന്നുള്ള 3 ഫീൽഡുകൾ എനിക്ക് അവൈലബിൾ ആയിരിക്കും. സോ മൾട്ടിപ്പിൾ ആയിട്ട് എത്ര വാല്യൂസ് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് സ്റ്റോർ ചെയ്യാൻ പറ്റും. ശരിക്കും പറഞ്ഞാൽ ഒരു റെക്കോർഡ് സ്റ്റോർ ചെയ്യുന്ന ഒരു കൺസെപ്റ്റ് ആണ് നമ്മുടെ സ്ട്രക്ചർ എന്നുള്ളതിലേക്ക് വരുന്നത്. ഓക്കെ, ദെൻ ഇതിന്റെ കൂടുതൽ കാര്യങ്ങളൊന്ന് വർക്ക്ഔട്ട് ചെയ്ത് നോക്കണം. സ്ട്രക്ചറിന്റെ ബേസിക് കൺസെപ്റ്റ് ഇത്രയും മാത്രമാണ്. താങ്ക് യു.